ഭിന്നിച്ചു നിൽക്കുന്ന ഹൈന്ദവ സമൂഹം ഒന്നാകണമെന്ന് പ്രമുഖ ആധ്യാത്മിക ആചാര്യൻ സ്വാമി രാമഭദ്രാചാര്യ. ഹൈന്ദവ സമൂഹം ഒന്നിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിന് പിന്നാലെയാണ് സന്യാസി സമൂഹവും സമാന ആവശ്യം വീണ്ടും ഉന്നയിക്കുന്നത്. സന്യാസിമാർക്ക് രാഷ്ട്രീയം നിഷിദ്ധമല്ലെന്നും ബൂട്ട് ധരിച്ച ഗുണ്ടകളുടെ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ് തടയണമെന്നും സ്വാമി രാമഭദ്രാചാര്യ വ്യക്തമാക്കി. ഹിന്ദുക്കൾ പല വിഭാഗങ്ങളായി ഭിന്നിച്ചു നിൽക്കുകയാണ്. എന്നാൽ വിവിധ വിഭാഗങ്ങളായി മാറി നിൽക്കേണ്ടവരല്ല ഹൈന്ദവ സമൂഹമെന്നും ഹിന്ദുക്കൾ ഒന്നാകേണ്ട കാലം അതിക്രമിച്ചുവെന്നും പ്രമുഖ ആധ്യാത്മിക പണ്ഡിതൻ സ്വാമി രാമഭദ്രാചാര്യ ചൂണ്ടിക്കാട്ടി. കയ്യിലെ ചില വിരലുകൾക്ക് ശക്തി കുറഞ്ഞേക്കാം, മുഷ്ടി ചുരുട്ടുമ്പോൾ ശക്തി പ്രകടമാകുകയാണ്. എല്ലാ മറകളും നീക്കി ഹൈന്ദവ സമൂഹം ശക്തമാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. राजनीति गुंडों को करनी चाहिए, राजनीति लुच्चों को करनी चाहिए, राजनीति लफंगों को करनी चाहिए, भगवाधारी को ही राजनीति करनी चाहिए. ये भगवा ध्वज, ये भगवा रंग भगवान का रंग है. इसी भगवे झंडे को शिवाजी ने फहराकर पूरे राष्ट्र को एक कर दिया, महाराष्ट्र को एक कर दिया था. भगवाधारी को ही राजनीति करनी चाहिए, सूटेड बूटेड को भारत में राजनीति नहीं करनी चाहिए. സന്യാസിക്ക് രാഷ്ട്രീയവും രാജ്യഭരണവും നിഷിദ്ധമല്ലെന്ന് വ്യക്തമാക്കിയ സ്വാമി രാമഭദ്രാചാര്യ ബൂട്ടിട്ട ഗുണ്ടകളുടെ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ് തടയണമെന്നും ആവശ്യപ്പെട്ടു. കാഷായ വസ്ത്രധാരി രാഷ്ട്രീയത്തിലേക്കെത്തി മുഖ്യമന്ത്രിയായി എന്ന യോഗി ആദിത്യനാഥിനെ പരിഹസിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ പരാമർശം വിവാദമായിരുന്നു. ഭിന്നതകൾ മാറ്റി ഹൈന്ദവ സമൂഹം ഒന്നിക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഹൈന്ദവ ആചാര്യന്മാരും സമാന ആവശ്യം വീണ്ടും മുന്നോട്ട് വെക്കുന്നത്. ജനം, ഡൽഹി.